ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കിഡു ആണ് കേട്ടോ. ആരും മിസ് ചെയ്യാതെ കണ്ടോളൂ. നമ്മുടെ ശ്രുതിയെ മനോരമ വിളിക്കുന്നുണ്ട്. നീ ഇതെവിടെയാ ശ്രുതി? ഞാനേ ലക്ഷ്മി നഗറിലെ ആന്റി. അത് നിന്റെ വീട്ടിന്റെ അടുത്തല്ലേ? അതെ, ഇവിടെ എനിക്ക് കുറച്ച് കടകളിലും കൂടി ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ചിലപ്പോ ഇന്ന് വീട്ടിൽ സ്റ്റേ ചെയ്യാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നാളെ രാവിലെ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുന്ന സമയത്ത് മനോരമ ചോദിക്കും, അത് ശരി, ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയി നിൽക്കാനുള്ള പരിപാടിയാണല്ലേ? അതല്ല ആന്റി, ഞാൻ ഇന്ന് തന്നെ ചിലപ്പോൾ വീട്ടിലേക്ക് വന്നേക്കും, അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ എത്തിക്കോളാന്ന് പറയണേ. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമ അങ്ങ് വെക്കുന്ന നേരത്ത് ശ്രുതിയുടെ അരികിലൂടെ ഒരു ഗുണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് വരുന്നിട്ടുണ്ടാവും. അയാൾ വാങ്ങിച്ചു പോകുമ്പോ ശ്രുതിയുടെ അടുത്തായിരിക്കും കേട്ടോ നിൽക്കുക. അപ്പൊ അയാള് ചെവിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അത് ശ്രദ്ധിച്ചു പോവാണ്. അപ്പൊ അയാളുടെ ആ മോതിരം ശ്രുതിയുടെ ശ്രദ്ധയിൽ പെടുകയാണ്. പിന്നീട് നടന്നത്, അയാൾ പോകുന്ന വഴിയൊക്കെ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അയാൾക്ക് മനസ്സിലാവാണ് അയാൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന കാര്യം. അങ്ങനെ അയാൾ പോകുന്നത് ഒരു വിജനമായിട്ടുള്ള ഒരു വനപ്രദേശത്തേക്കാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോവാ, ഇനി എങ്ങോട്ടാ പോവേണ്ടതെന്ന് അറിയാതെ. ആ സമയത്ത് ആ ഗുണ്ട ഒരു വടിയെടുത്ത് ശ്രുതിയുടെ തലയ്ക്കൊന്ന് കൊടുത്തിട്ട് അശ്വിന്റെ അടുത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിനെ ആണെങ്കിൽ ഒരു ചെയറിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. അശ്വിൻ എങ്ങനെയൊക്കെയോ പണിപ്പെട്ട് ആ കയറൊക്കെ ഊരിയിട്ട് പെട്ടെന്ന് അങ്ങ് ബോധം കെട്ട് വീഴാണേ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ബോധം വന്ന സമയത്ത് നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ഒരു ചുമരിലോട്ട് ചാരിയിരിക്കുകയാണ്. അതിനപ്പുറം തന്നെയാണ് കേട്ടോ ശ്രുതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രുതിക്കും ആ സമയത്താണ് ബോധം തെളിയുന്നത്. ഇത് എവിടെയാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. ആ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവാണ് അവിടെ അശ്വിൻ ഉണ്ടെന്ന കാര്യം. അശ്വിൻ തിരിച്ചും. അശ്വിൻ അരികിലെത്തിയാൽ ശ്രുതിക്കുണ്ടാവുന്ന ആ ഒരു കിതപ്പും ആ ഒരു ഫീലിംഗ് ഒക്കെ അങ്ങ് വരികയാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ശ്രുതി ശ്രുതി എന്ന് വിളിക്കാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതി അശ്വിൻ സാർ എന്നൊക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ എണീറ്റിട്ട് ഒരു ജനലക്കരികിൽ, ജനലല്ല എന്തോ ഒരു സംഭവത്തിന്റെ അരികിൽ നിൽക്കുകയാണേ. ശ്രുതി നീ എവിടെയാ? ഞാൻ ഇവിടെയുണ്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പതുക്കെ എണീറ്റ് അശ്വിന്റെ അരികിൽ എത്തുന്നുണ്ട്. അപ്പോഴൊക്കെ ശ്രുതി ഇങ്ങനെ അശ്വിനെ കണ്ട ആ ഒരു ഫീലിംഗിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ശ്രുതി കരയല്ലേ ശ്രുതി, നീ എങ്ങനെയാ ഇവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് അശ്വിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ പറയാൻ. ആകെ ചോദിക്കുന്നത്, സാർ എന്താ എന്നെ വിളിച്ചപ്പോൾ ലണ്ടനിൽ എത്തിയിട്ടില്ലെന്ന വിവരം പറയാതിരുന്നത് എന്ന ഒരു ചോദ്യം മാത്രമാണ് കേട്ടോ. പക്ഷേ ഡയലോഗ്സ് കുറവാണെങ്കിലും കുറച്ച് നേരത്തേക്ക് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബൈ.